ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രിമാക് പ്രിൻസിപ്പിളാണ്. ഈ പ്രിമാക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതിനെ ഗ്രാൻഡ്മാസ് ലോ എന്നും വിളിക്കാറുണ്ട്. സോ എന്താണ് പ്രിമാക് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. Primark principle states that a higher probability behavior will reinforce a less probable behavior. ഒരു ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു ബിഹേവിയർ ലെസ് പ്രോബബിൾ ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെസ് പ്രോബബിൾ ബിഹേവിയറിൻ്റെ ഫ്രീക്വൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഹയർ പ്രോബബിലിറ്റി ബിഹേവിയറിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രിമാക് പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ഡേവിഡ് പ്രിമാക് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് 1965 ഈ ഒരു പ്രിൻസിപ്പിൾ ക്രിയേറ്റ് ചെയ്തു. ഇത് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസിലും അതുപോലെ തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷനിലും ഒക്കെ വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് പ്രിമാക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിമാക് പ്രിൻസിപ്പിളിന് വളരെയധികം എംപിറിക്കൽ സപ്പോർട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് റെയറിങ്ങിൽ, അതുപോലെ തന്നെ ആനിമൽ ട്രെയിനിങ്, എസ്പെഷ്യലി ഈ ഡോഗിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നിടത്ത് പ്രിമാക് പ്രിൻസിപ്പിൾ വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രിമാക് പ്രിൻസിപ്പിളിനെ റിലേറ്റീവ് തിയറി ഓഫ് റിലേറ്റിവിറ്റി തിയറി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ്മാസ് ലോ എന്ന പേരിലും അറിയപ്പെടുന്നത് ഈ പ്രിമാക് പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇനി എന്താണ് പ്രിമാക് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബുക്സ് പഠിക്കുക എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ബുക്സ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കളിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലേ ഗ്രൗണ്ട്. സോ ഹൈ പ്രോബബിലിറ്റി ബിഹേവിയർ എന്ന് പറയുന്നത് ഈ പ്ലേ ബിഹേവിയർ ആയിരിക്കും. അതേസമയം ലോ പ്രോബബിലിറ്റി ബിഹേവിയർ എന്ന് പറയുന്നത് പഠിക്കുക എന്ന് പറയുന്ന ബിഹേവിയറാണ് കുട്ടികളെ സംബന്ധിച്ച്. സോ ഇവിടെ ഈ പ്രിമാക് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ലോ പ്രോബബിലിറ്റി ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കുട്ടി പഠിക്കുകയാണ് എങ്കിൽ കളിക്കാൻ വിടും എന്നുള്ള ഒരു അസോസിയേഷൻ വെച്ചപ്പോഴാണ് പഠിക്കുക എന്നുള്ള ബിഹേവിയർ ഇൻക്രീസ് ചെയ്തത്. കളിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് പറഞ്ഞാൽ കളിയൊക്കെ വന്നു കഴിയുമ്പോൾ പഠിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതേസമയം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്ര സമയം കളിപ്പിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാനുള്ള നമ്മുടെ ടെൻഡൻസി അല്ലെങ്കിൽ കുട്ടികളുടെ ടെൻഡൻസി കൂടും. അപ്പം ഈ രീതിയിലാണ് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് പ്രിമാക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ലോ പ്രോബബിലിറ്റി ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈ പ്രോബബിലിറ്റി ബിഹേവിയറിനെ റീഇൻഫോഴ്സറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രിമാക് പ്രിൻസിപ്പിളിൽ. സോ പ്രിമാക് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാച്ചുറലി നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി ബിഹേവിയർ നാച്ചുറലി നമ്മൾ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അത് മോർ റിവാർഡിങ് ആയിരിക്കും ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച്. അതേസമയം ലെസ് ഫ്രീക്വൻസി ബിഹേവിയർ അത്ര റിവാർഡിങ് ആയിരിക്കില്ല. സോ അതുകൊണ്ടാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത് ലെസ് റിവാർഡിങ് ആയിട്ടുള്ള ലോ ഫ്രീക്വൻസി ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്രീക്വൻസി ബിഹേവിയേഴ്സിനെ ഒരു റിവാർഡായിട്ട് യൂസ് ചെയ്യാം എന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം ആനിമൽസിലും അതുപോലെ തന്നെ ഹ്യൂമനിലും ഒക്കെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. So Primark principle suggests that if person want to perform a given activity, person will perform a less desirable activity to get at more desirable ആക്ടിവിറ്റി. ദാറ്റ് ഈസ് ആക്ടിവിറ്റീസ് മേ ദംസെൽസ് ബി റീഇൻഫോഴ്സസ്. അപ്പോൾ ഇവിടെ വേറെ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അവരുടെ തന്നെ ആക്ടിവിറ്റീസ് തന്നെയാണ് റീഇൻഫോഴ്സേഴ്സ് ആയിട്ട് മാറുന്നത്. സോ ഹൈ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഹൈലി ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ നമ്മൾ ഒരു ലെസ് ഡിസൈറബിൾ ആക്ടിവിറ്റിയെ കൂടുതൽ പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. വേറെ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ആ വ്യക്തി അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് തന്നെ ലെസ് ഡിസൈറബിൾ ആയിട്ട് ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചു, ഹയർ ഡിസൈറബിൾ ആയിട്ട് ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ മോർ ഡിസൈറബിൾ എന്നുള്ളൊരു ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ലെസ് ഡിസൈറബിളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിച്ചു? മോർ ഡിസൈറബിൾ ആക്ടിവിറ്റിയെ ഉപയോഗിക്കും. അപ്പം ഹൈ പ്രോബബിലിറ്റി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ഡിസൈറബിൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ
ഇൻഡിവിജ്വൽ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഫ്രീ ആയിട്ടിരുന്ന് കുറേ സമയം ടി വി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എത്ര സമയം വേണേലും ടി വി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ ഡിസൈറബിൾ ബിഹേവിയർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ആ ടി വി കൂടുതൽ സമയം കാണുക എന്നുള്ളത് ഹൈ പ്രോബബിലിറ്റി ബിഹേവിയറാണ്. അതേസമയം പഠിക്കുക എന്നുള്ളത് മിക്കവാറും കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ, സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പേരൻസ് ഒത്തിരി നിർബന്ധിച്ചെങ്കിൽ മാത്രമേ പഠിക്കുകയുള്ളൂ. സോ പഠിക്കുക എന്നുള്ളത് ഒരു ലോവർ പ്രോബബിലിറ്റി ബിഹേവിയറാണ്, അല്ലെങ്കിൽ ലെസ് ഡിസൈറബിൾ ബിഹേവിയറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, മോർ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ബിഹേവിയർ അല്ലെങ്കിൽ മോർ ഡിസൈറബിൾ ബിഹേവിയർ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നമ്മൾ വിട്ടാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഏത് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണോ ആ ആക്ടിവിറ്റി ആയിരിക്കും നമ്മുടെ ഒരു മോർ ഡിസൈറബിൾ ബിഹേവിയർ എന്ന് പറയുന്നത്. വേറസ് നമ്മളൊരു ഫ്രീ ചോയ്സ് കൊടുക്കുകയാണ്, വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ ഒട്ടും സ്പെൻഡ് ചെയ്യാത്ത ആക്ടിവിറ്റി ഏത് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഒട്ടും സമയം സ്പെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ആ ആക്ടിവിറ്റി ആയിരിക്കും ലെസ് ഡിസൈറബിൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുക എന്ന് പറയുന്നത്, പച്ചക്കറി കഴിക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അതേസമയം ഡെസേർട്ട്സ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ഐസ്ക്രീം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെന്തോരം വേണമെങ്കിലും കഴിക്കും അല്ലേ. സോ ഇവിടെ വെജിറ്റബിൾസ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി ബിഹേവിയറാണ്, വേറസ് ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി ബിഹേവിയറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിമാർക്ക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യും, ആദ്യം നമ്മൾ പറയും വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ എന്ത് തരാം, ഡെസേർട്ട് തരാം അല്ലെങ്കിൽ ഐസ്ക്രീം തരാം എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ പ്രിമാർക്ക് പ്രിൻസിപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, എന്ത് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ് ഡേവിഡ് പ്രിമാർക്ക് ഈ ഒരു പ്രിൻസിപ്പിളിന് വേണ്ടി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം ചെയ്തതിനെ ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. അദ്ദേഹം 2 ഓൾട്ടർനേറ്റീവ് റെസ്പോൺസസ് കുട്ടികളിൽ കണ്ടെത്തി, കുട്ടികളുടെ ഇടയിൽ കണ്ടുപിടിച്ചു. അതായത് ഒന്ന്, കുട്ടികൾക്ക് മുട്ടായി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഈറ്റിംഗ് ക്യാൻഡി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്ലേയിങ് എ പിൻബോൾ മെഷീൻ, ഒരു പിൻബോൾ മെഷീനിൽ കളിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ബിഹേവിയർ. അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് ഈറ്റിംഗ് ക്യാൻഡിയാണ് ഹൈ ഫ്രീക്വൻസി ബിഹേവിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോർ ഡിസൈറബിൾ ബിഹേവിയർ എന്ന് പറയുന്നത്. പക്ഷെ വേറെ കുറേ കുട്ടികൾക്ക് പക്ഷേ ഈറ്റിംഗ് ക്യാൻഡി ലോ ഫ്രീക്വൻസി ബിഹേവിയർ അല്ലെങ്കിൽ ലെസ് ഡിസൈറബിൾ ബിഹേവിയർ ആയിരുന്നു. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് പ്ലേയിങ് എ പിൻബോൾ മെഷീൻ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ബിഹേവിയറാണ്. അപ്പം ഇങ്ങനെ 2 ബിഹേവിയറിനെ ഈ 2 കാര്യത്തിൽ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അദ്ദേഹം ആദ്യം മെഷർ ചെയ്ത് മെഷർ ചെയ്തപ്പോൾ ഇങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചത്, ഒരു ആക്ടിവിറ്റിയിൽ ഏത് കുട്ടിയെ സംബന്ധിച്ചും ഒരു ആക്ടിവിറ്റി പ്രിഫേർഡ് ആയിരുന്നു, അതർ വൺ ലെസ് പ്രിഫേർഡും ആയിരുന്നു. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ ഈ 2 പ്രൊസീജിയറിൽ കൂടെ കടത്തിവിട്ടു. എല്ലാ കുട്ടികളെയും 2 പ്രൊസീജിയറിൽ കൂടെയല്ല, ഈ 2 തരത്തിലുള്ള ടെസ്റ്റുകൾ അദ്ദേഹം പിന്നീട് ചെയ്തു. ഒരു പ്രൊസീജിയറിൽ അദ്ദേഹം ചെയ്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്ലെയിങ് പിൻബോൾ എന്ന് പറയുന്നത്, പിൻബോൾ മെഷീനിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് പിൻബോളിൽ കളിക്കുകയാണെങ്കിൽ ക്യാൻഡി കൊടുക്കാം എന്ന് പറഞ്ഞു. സോ പിൻബോളിൽ കളിക്കുന്നതിനുള്ളൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഈറ്റിംഗ് ക്യാൻഡി എന്ന് പറയുന്ന കാര്യം മാറി. അപ്പം അതിന് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഇഫക്റ്റ് ഉണ്ടാവുകയും പ്ലെയിങ് പിൻബോൾ മെഷീൻ എന്നുള്ള ലെസ് ഡിസൈറബിൾ ബിഹേവിയർ കൂടി വരികയും ചെയ്തു. അപ്പം അതിൽ ക്യാൻഡി കഴിക്കാനാണ് ഇഷ്ടമുള്ള കുട്ടികൾക്കാണ് ഇത് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അതേസമയം രണ്ടാമത്തെ ഒരു ടെസ്റ്റിൽ അദ്ദേഹം ചെയ്തത് ഈ റൂൾസിനെ റിവേഴ്സ് ചെയ്തു. അതായത് ചില കുട്ടികൾക്ക് ക്യാൻഡി കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ പിൻബോൾ മെഷീനിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം എന്ത് കൊടുത്തു, ക്യാൻഡി കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് കൊടുത്തത്, പിൻബോൾ മെഷീനിൽ കളിക്കാൻ കൊടുത്തത്. സോ ഈ പിൻബോൾ മെഷീനിൽ കളിക്കുന്ന ഇഷ്ടമായിരുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ ക്യാൻഡി കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുന്ന കുട്ടികൾക്ക് ഈ ഒരു പിൻബോൾ പ്ലേയിങ് വിത്ത് പിൻബോൾ എന്ന് പറയുന്നത് ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് മാറുകയും ക്യാൻഡി കഴിക്കുന്ന ബിഹേവിയർ പതുക്കെ ഇൻക്രീസ് ചെയ്ത് വരികയും ചെയ്തു. അപ്പോൾ ഈ സ്റ്റഡി നമ്മൾ എങ്ങനെ വിചാരിച്ചാലും എങ്ങനെ നോക്കിയാലും കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. ഒരു ഹൈ പ്രോബബിലിറ്റി ബിഹേവിയറിനെ
ഒരു ലോവർ പ്രോബബിലിറ്റി ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്ത് വരാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ലോ പ്രോബബിൾ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹൈ പ്രോബബിലിറ്റി ബിഹേവിയറിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ 2 സ്റ്റഡീസും തെളിയിച്ചത്. ഇനി എപ്പോഴൊക്കെയാണ് ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ലേണിംഗ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ 2 രീതിയിലുള്ള ഒരു കാര്യമുണ്ട്. അപ്പം എളുപ്പം ഈ ഒരു കാര്യത്തെ പറയുന്ന പേരാണ് റെസ്പോൺസ് ഡിപ്രൈവേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഇത് ടിംബർലേക്ക് ആൻഡ് ആലിസൺ 1974 ഈ ഒരു ഹൈപ്പോത്തിസിസ് അവർ കൊണ്ടുവരുന്നത്. ഇനി എന്താണ് ഈ ഹൈപ്പോത്തിസിസ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പ്രിമാർക്ക് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ലേണിംഗ് സംഭവിക്കുക, അതായത് ഒരു ലോ ഫ്രീക്വൻസി ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈ ഫ്രീക്വൻസി ബിഹേവിയർ കൊടുക്കുക എന്നുള്ളൊരു കണ്ടിൻജൻസിയാണ് അവിടെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാ സമയത്തും ഈ പ്രിമാർക്ക് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുമോ? എങ്ങനെയാണ് ഈ പ്രിമാർക്ക് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്? എപ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത്, എപ്പോഴാണ് ഇഫക്റ്റീവ്നെസ് കുറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, TV കാണാൻ ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടി. അപ്പോൾ ആ കുട്ടി രാവിലെ മുതൽ TV കാണുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ സമയം TV ഒക്കെ കാണാം. അപ്പോൾ രാവിലെ മുതൽ ഇരുന്ന് TV കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ TV കാണുന്നതിന് കുറേ സമയം TV കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മതി ഇനി TV ഒന്നും കാണണ്ട, കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ TV കാണാം എന്ന് പറഞ്ഞാൽ അമ്മ TV ഓഫാക്കി വെച്ചു. ഇനി പഠിച്ചാലേ TV കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഓക്കെ, അവിടെ ഒരു ഡിപ്രൈവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷനും കൂടെ കേട്ടു നോക്കൂ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ TV കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്, പക്ഷെ രാവിലെ മുതൽ അമ്മ TV കാണാൻ സമ്മതിച്ചില്ല. അപ്പം ഇത്ര പോർഷൻ പഠിച്ച് തീരുകയാണെങ്കിൽ TV കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഒട്ടും TV കാണിച്ചിട്ടില്ല. സോ അത്രയും പോർഷൻ പഠിച്ചു കഴിയുകയാണെങ്കിൽ മാത്രമേ എന്ത് കാണിക്കുള്ളൂ? TV കാണിക്കുള്ളൂ. അപ്പം കുട്ടിയെ സംബന്ധിച്ച് എവിടെയാണ് ഡിപ്രൈവേഷൻ കൂടുതൽ, എവിടെയാണ് ഡിപ്രൈവേഷൻ കുറവ്? ആദ്യം പറഞ്ഞ സിറ്റുവേഷനെയും രണ്ടാമത്തെ സിറ്റുവേഷനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷനിലാണ് ഡിപ്രൈവേഷൻ കൂടുതൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പ്രിമാർക്ക് പ്രിൻസിപ്പിൾ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. അതേസമയം ഡിപ്രൈവേഷൻ കുറവാണെങ്കിൽ അതത്ര കണ്ട് വർക്ക് ചെയ്യാനും സാധ്യതയില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രിമാർക്ക് പ്രിൻസിപ്പിളിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. സോ പ്രിമാർക്ക് പ്രിൻസിപ്പിൾ ഇസ് ഓൾസോ നോൺ ആസ് ഗ്രാൻഡ്മാസ് ലോ. എന്താണ്? ഒരു ലെസ് ഡിസൈറബിൾ ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി ഒരു ഹൈ അല്ലെങ്കിൽ മോർ ഡിസൈറബിൾ ബിഹേവിയർ കൊടുക്കുന്നതാണ് പ്രിമാർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ലിസണിങ്.